السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പരമാവധി പാലിച്ച് മുത്തഖീങ്ങളായി ജീവിതം ക്രമപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ നിലക്കും അനുഗ്രഹീതമായ ഒരു സദസ്സിൽ തിരക്കുപിടിച്ച ഈ ജീവിതത്തിനിടയിൽ അല്പസമയം അള്ളാഹുവിനെ സംബന്ധിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ഒക്കെ പഠിക്കാൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം എന്ന് ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ വീട് എന്ന് വിശേഷിപ്പിച്ച പള്ളിയിൽ നിർബന്ധമായ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വുളൂ ഉള്ള അവസ്ഥയിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സദസ്സുകളുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മെ അറിയിക്കുകയുണ്ടായി. ഇത്തരം സദസ്സുകളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഒരിക്കലും അള്ളാഹു തള്ളിക്കളയാത്ത പ്രാർത്ഥനയുടെ ഉടമസ്ഥന്മാരായ മലക്കുകൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അള്ളാഹുവെ ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം തേടി ഒരു മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന്. ഈ ചുരുങ്ങിയ സമയം, 1 മണിക്കൂർ സമയം നമ്മൾ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിലാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു ആരുടെയെങ്കിലും മേൽ ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിയായ വിഷയത്തിൽ അള്ളാഹു അയാൾക്ക് കഴിവ് നൽകുമെന്നാണ്. ഈ ചുരുങ്ങിയ സമയം നമ്മൾ ദീന് പഠിക്കുകയാണ്. അങ്ങനെ അറിവന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളും മത്സ്യങ്ങളും ഉറുമ്പുകൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഹദീസിന്റെ ആശയം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് പ്രവാചകന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അങ്ങനെയുള്ള ഉന്നതരായ ആളുകൾ
താഴെ തട്ടിൽ താമസിക്കുന്ന ആളുകളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുമെന്നാണ്. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് ആ സാധാരണക്കാരുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ചിരിക്കും, അള്ളാഹുവിന് വേണ്ടി അവർ സമയം കണ്ടെത്തും. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിരിക്കാൻ, ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് സംസാരിക്കാനുള്ള കാരണം അള്ളാഹു എന്ന ഒറ്റ കാരണമാണ്. അതിനുവേണ്ടി ആരാണോ ഒരുമിച്ചിരുന്നത് അവരെ കാണാൻ പ്രവാചകന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമെല്ലാം താല്പര്യം പ്രകടിപ്പിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സമാധാനമാണ്. നമ്മുടെ പക്കൽ സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും നഷ്ടപ്പെട്ടു പോയ ഒന്ന് മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം കിട്ടാൻ ഖുർആൻ പറയുന്നു, അലാ ബിദിക്രില്ല, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനം തിരികെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ ഈ സംസാരത്തിൽ ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയും. ആ പേര് പറയുന്ന സമയത്ത് നമ്മൾ ചുരുങ്ങിയ നിലക്ക് സ്വലാത്ത് ചെല്ലും. വളരെ ആത്മാർത്ഥമായി പ്രവാചകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചെല്ലിയാൽ 10 തവണ അള്ളാഹു അവനെ അനുഗ്രഹിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഒരുപാട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ, മനസമാധാനം നേടിയെടുക്കാൻ, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാൻ, ഖൈറ് നേടിയെടുക്കാൻ ഒരുപാട് നേട്ടങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഒരുമിച്ചു കൂടലുകൾ നമ്മെ സഹായിക്കുമെന്നാണ്. അള്ളാഹു അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും തലത്തിലും എൻ്റെ ഈ സംസാരത്തെയും നിങ്ങളുടെ കേൾവിയെയും ഇരുത്തത്തെയും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിശാലമായ ഒരു വിഷയം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ സാക്ഷ്യം എന്ന അതിബൃഹത്തായ ഒരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യവർഗത്തെ നേരായ പാതയിലേക്ക് നയിക്കാനും അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനും വേണ്ടി അള്ളാഹു 1,00,000-ൽ ചില്ലാനം പ്രവാചകന്മാരെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചയക്കുകയുണ്ടായി. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ പ്രവാചകന്മാരെല്ലാം അവരേറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ ഭംഗിയായി, വളരെ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ടാണ് ഈ ലോകം വിട്ടു പോയിട്ടുള്ളത്. അവരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മക്കയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായി ജനിച്ചു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി. അദ്ദേഹത്തിൻ്റെ മക്കയിലെ ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടും ആക്രമണങ്ങളും കൊണ്ട് നിറഞ്ഞപ്പോൾ, സഹിക്കവയ്യാതായപ്പോൾ ഇസ്ലാം എന്ന മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. 63-ാമത്തെ വയസ്സിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ലോകത്ത് ഒരു മനുഷ്യനും നേടിയിട്ടില്ലാത്ത ഉന്നതമായ അംഗീകാരങ്ങളും ഉത്തമമായ സ്ഥാനമാനങ്ങളും നേടിയെടുത്ത വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അഷ്റഫുൽ ഖൽഖ് എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിജാലങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അഷ്റഫ്, ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കാതെ, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ ഒരു സെക്കൻഡ് പോലും ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയാത്ത ബാങ്ക് അത് ബാങ്കല്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയാത്ത ഇഖാമത്ത് അത് ഇഖാമത്തല്ല. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, ഇങ്ങനെയുള്ള സംസാരങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, സിംബോസിയങ്ങളിലൂടെ, എഴുത്തുകുത്തുകളിലൂടെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം ഖിയാമത്ത് നാൾ വരെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പേന കൊണ്ട് എഴുതിയാൽ അവസാനിക്കാത്ത, ഒരു നാവ് കൊണ്ട് സംസാരിച്ചാൽ തീരാത്തത്ര ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും നേടിയെടുത്ത
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പരാമർശിച്ചു, വറഫഅനാ ലക ദിക്റക്, റസൂലെ താങ്കളെപ്പറ്റിയുള്ള പറച്ചിൽ, താങ്കളെപ്പറ്റിയുള്ള സ്മരണ അത് ഞാൻ ഉയർത്തിയിരിക്കുന്നു. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നാൽ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ നിറകുടമായിരുന്നു. ലോകത്ത് ഏതൊരു വ്യക്തിയെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമാണ് അയാളെ അനുകരിക്കാൻ സാധിക്കുക. ചില ആളുകൾ പ്രസിദ്ധരാവുക രാഷ്ട്രീയ കാര്യങ്ങളിലായിരിക്കും, ചില ആളുകൾ പ്രസിദ്ധരാവുക കച്ചവടത്തിന്റെ മേഖലയിലായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക വിദഗ്ധനായിരിക്കും, ശാസ്ത്രജ്ഞനായിരിക്കും. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലോകത്തുള്ള ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും മാതൃകയുണ്ട് എന്നുള്ളതാണ്. സമ്പന്നനായാലും ദരിദ്രനായാലും രാജാവായാലും പ്രജയായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാകട്ടെ അവർക്കെല്ലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ പ്രവാചകന്റെ നീതിബോധം നമുക്കറിയാം. പ്രവാചകത്വത്തിന് മുൻപ് തന്നെ അദ്ദേഹം ജീവിതത്തിൽ നീതി നടപ്പിലാക്കി എന്നാണ്. കഅബാലയം പുതുക്കി പണിയുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രവാചകനായിട്ടില്ല. ഈ സന്ദർഭത്തിൽ ഒരു തർക്കം അവിടെ ഉടലെടുക്കുകയാണ്. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് പുനഃസ്ഥാപിക്കും? എല്ലാ ഗോത്രവും അതിനുവേണ്ടി മത്സരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു, ഞങ്ങളാണ് അതിന് അർഹർ, ഞങ്ങളാണ് അതിന് യോഗ്യർ. വലിയ ഒരു നിസാരമായ കാര്യങ്ങൾക്ക് പോലും തുടർച്ചയായി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് കാരണമാകുന്ന ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ ഒരു വ്യക്തി പറഞ്ഞു, ഇനി ആരാണോ കഅബാലയത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് അയാളുടെ തീരുമാനം നമുക്ക് അംഗീകരിക്കാം. അതാ കടന്നു വരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. എല്ലാവർക്കും സന്തോഷമായി, കാരണം അദ്ദേഹം നീതിപൂർവമായ ഒരു തീരുമാനമെടുക്കും. ആ ജാഹിലിയ കാലഘട്ടത്തിൽ സത്യം പറയുന്ന ഒരു വ്യക്തിയെ കാണണമെങ്കിൽ, നീതി നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയെ കാണണമെങ്കിൽ ആ ചെറുപ്പക്കാരനെ അവർ സമീപിക്കണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വന്നു, പ്രശ്നം അന്വേഷിച്ചു, അവർ പ്രശ്നം അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. സുദീർഘമായ സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാൻ. ആ തുണി എല്ലാ ഗോത്ര തലവന്മാരോടും ആ തുണിയുടെ 4 ഭാഗത്തും പിടിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണിയിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. യഥാസ്ഥാനത്തെത്തിയപ്പോ അദ്ദേഹം തന്നെ തന്റെ കൈകൾ കൊണ്ട് അതിന്റെ സ്ഥാനത്ത് വെച്ചു. ഇങ്ങനെ വളരെ ബുദ്ധിപരമായി, വളരെ യുക്തിപരമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നങ്ങൾ പരിഹരിച്ചു. അല്ലേ? നമുക്കറിയാം, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ എന്ന മലക്കിനെ കണ്ട് ഓടി വരുന്ന രംഗം പ്രവാചകത്വത്തിന്റെ തുടക്കമാണ്. സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഫസമ്മലൂഹു ഹത്താ ദഹബ അൻഹു റൗ, ആ പേടി പോകുന്നത് വരെ, ഇല്ലാതാകുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിട്ട് മൂടി. ഖദീജ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, യാ ഖദീജ മാലി, എനിക്കെന്തു പറ്റി, എനിക്കെന്താണ് സംഭവിച്ചത് ഖദീജ? ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതഖവിൽ ലൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ്. ആ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു താങ്കളെ ഒരിക്കലും കൈവെടിയുകയില്ല. കാരണം എന്താ? ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. വതസ്തുഖുൽ ഹദീസ്, സത്യം പറയുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസങ്ങൾ വഹിക്കുന്നവനാണ്. പ്രയാസപ്പെടുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, അവന്റെ ഭാരം വഹിക്കുന്നവനാണ്. വതകരിൽ ലൈഫ്, അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, അതുപോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നവനാണ്. ഇങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ പ്രവാചകത്വത്തിന് മുൻപ് തന്നെ, തൻ്റെ 40-ാമത്തെ വയസ്സിന് മുൻപ് തന്നെ നീതിക്ക് വേണ്ടി നിലകൊണ്ടു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം, അദ്ദേഹം മക്ക വിജയിച്ചടക്കിയ ആ സമയം എല്ലാവരും മുന്നിലുണ്ട്.
തന്നെ കല്ലെറിഞ്ഞവർ, തന്നിൽ വിശ്വസിച്ചവരെ ക്രൂരമായി മർദ്ദിച്ചവർ, തന്നിൽ വിശ്വസിച്ചവരെ കൊലപ്പെടുത്തിയവർ, നാടുകടത്തിയവർ, എല്ലാ നിലക്കും ആക്രമിച്ചവർ പഞ്ചപുച്ഛമടക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ സമയത്ത് അവർ ഒന്നടങ്കം പറഞ്ഞു, മുഹമ്മദ്, നീ മാന്യനാൻ, മാന്യനായ ഒരു മനുഷ്യന്റെ പുത്രനാൻ, നിന്നിൽ നിന്ന് മാന്യതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ സമയത്ത് ലോകത്തിന്നേ വരെ ആരും നടപ്പിലാക്കാത്ത ഉത്തമമായ ഒരു നീതിയുടെ പ്രഖ്യാപനം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇദ്ഹബൂ, നിങ്ങളൊക്കെ പൊയ്ക്കൊള്ളുക. ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ഭരണാധികാരിയുടെ വാക്കാൻ ഇദ്ഹബൂ, നിങ്ങളൊക്കെ പൊയ്ക്കൊള്ളുക. അൻതുമുത്തുലഖാ, നിങ്ങളൊക്കെ ഇന്ന് സ്വതന്ത്രരാണ്. നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം വലിയ വിട്ടുവീഴ്ച നൽകിയ, നീതി നടപ്പിലാക്കിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയതിന് ശേഷം അദ്ദേഹം ഹുനൈനിലേക്ക് പോകുന്ന സമയത്ത് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയെ സമീപിക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഫ്വാൻ ഇബ്നു ഉമയ്യ അന്ന് മുശ്രിക്കാണ്. അദ്ദേഹം മക്കയിലെ അറിയപ്പെടുന്ന ആയുധ കച്ചവടക്കാരനാണ്. ഹുനൈനിൽ യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പടച്ചട്ടകളുടെ ആവശ്യം വന്നു. ഈ കച്ചവടക്കാരനായ സഫ്വാൻ ഇബ്നു ഉമയ്യയെ സമീപിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഫ്വാൻ, ഹൽ ഇൻദക മിൻ സിലാഹിൻ, നിന്റെ അടുക്കൽ കുറച്ച് ആയുധമുണ്ടോ എടുക്കാൻ? സഫ്വാനോട് ചോദിക്കാൻ. ഈ സമയത്ത് സഫ്വാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഗാരിയ അം ഗസ്ബ, കടമായിട്ടാണോ അതല്ല പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണോ? കാരണം ഭരണാധികാരിയാണ്, മക്ക വിജയിച്ചടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ മുശ്രിക്കായ സഫ്വാൻ ഇബ്നു ഉമയ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഗാരിയ അം ഗസ്ബ, കടമായിട്ടാണോ ചോദിക്കുന്നത് അതല്ല പിടിച്ചടക്കാൻ വേണ്ടി വന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഗസ്ബത്ത് എന്ന് പറഞ്ഞാൽ കവർച്ച ചെയ്യാന്നാണ്. അങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, മറിച്ച് ആരിയ, എനിക്ക് കടമായിട്ട് മതി. അങ്ങനെ 30-ന്റെയും 40-ന്റെയും ഇടക്കുള്ള സംഖ്യ വരുന്ന പടച്ചട്ട മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി സഫ്വാൻ. വഗസാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനൻ, അങ്ങനെ ഹുനൈനിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്തി. ഫലമ്മാ ഹുസിമൽ മുശ്രികൂൻ, അങ്ങനെ മുശ്രിക്കീങ്ങളെ അവിടെ വെച്ച് പരാജയപ്പെടുത്തി ഹുനൈനിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമഅത്ത് ദുറൂ സഫ്വാൻ, സഫ്വാന്റെ എല്ലാ പടച്ചട്ടകളും ഒരുമിച്ച് കൂട്ടി. ഫഫഖദ മിൻഹാ അദ്റാഅൻ, പക്ഷേ അതിൽ നിന്ന് ചില പടച്ചട്ടകൾ നഷ്ടപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ എന്ന ആ വ്യക്തിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ സഫ്വാൻ, ഇന്നാ ഖദ് ഫഖദ്നാ മിൻ അദ്റാഇക അദ്റാഅൻ ഫഅൽ തഗ്റമു ലക്, നീ തന്ന പടച്ചട്ടകളിൽ നിന്ന് ചിലത് നഷ്ടപ്പെട്ടിരിക്കുന്നു, നിനക്കതിന് നഷ്ടപരിഹാരം വേണോ? ആരാ ചോദിക്കുന്നത്? ഒരു ഭരണാധികാരി ചോദിക്കുകയാണ്, നീ തന്ന പടച്ചട്ടകളിൽ ചിലത് നഷ്ടപ്പെട്ടിരിക്കുന്നു, നിനക്ക് വല്ലതും വേണോ അതിന് നഷ്ടപരിഹാരമായി? ഈ സമയത്ത് സഫ്വാൻ പറയുന്നുണ്ട്, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കതിന് നഷ്ടപരിഹാരമായിട്ടൊന്നും വേണ്ട. പക്ഷെ വേറൊരു കാര്യം അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്, ഇന്നേ വരെ, ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല താങ്കളെ പറ്റി. പക്ഷേ ഈ സമയം മുതൽ ആ സംഭവവും സംഭാഷണവും പ്രവാചകന്റെ പ്രതികരണവും അദ്ദേഹത്തിൽ മുസ്ലിമാകാനുള്ള ചേതോവികാരം ഉണ്ടാക്കി എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഒരു ഭരണാധികാരി തൻ്റെ കീഴിൽ തൻ്റെ രാജ്യത്ത് പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് കാണിച്ച ഉത്തമമായ മാതൃക, ആ നീതിബോധം ആ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ
മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തി. ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ഗോത്രമായിരുന്നു മഖ്സൂം ഗോത്രം. അന്ന അഹമ്മഹും ശഅനുൽ മർഅത്തിൽ മഖ്സൂമിയ അല്ലതി സുരിഖത്. മോഷണം നടത്തിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി. ഫഖാലു, അങ്ങനെ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായി. എന്താണ് സംസാര വിഷയം? മൻ യുകല്ലിമു ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഈ പെണ്ണിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം, ശുപാർശ പറയണം. അതിനാരാണ് തയ്യാറാവുക? അങ്ങനെ അവർ ഒരാളെ കണ്ടെത്തി. ഫഖാലു വമൻ യജ്തരിഉ അലൈഹി ഇല്ലാ ഉസാമത്തു ഇബ്നു സൈദ് ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ സ്വഹാബിയാണ് ആര്? ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയങ്കരനായതുകൊണ്ട് ഉസാമ സംസാരിച്ചാൽ ആ പെണ്ണിനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നവർ തീരുമാനിച്ചുറപ്പിച്ചു. ഫകല്ലമഹു ഉസാമ. അങ്ങനെ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ. എന്താണ് വിഷയം? മോഷണം നടത്തിയ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട പെണ്ണിനെ രക്ഷപ്പെടുത്തണം പ്രവാചകരെ. ഇതാണ് ഉസാമത്ത് ഇബ്നു സൈദിന്റെ സംസാരത്തിന്റെ രത്നചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അതശ്ഫഉ മിൻ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അല്ലാഹു നിശ്ചയിച്ച പരിധികൾ, അല്ലാഹു നിശ്ചയിച്ച ശിക്ഷാമുറകൾ, ആ വിഷയത്തിൽ ഇളവ് നൽകാനാണോ ഉസാമ നീ എന്നോട് സംസാരിക്കുന്നത്? സുമ്മ ഖാമ. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഫഖ്തബ. എന്നിട്ടൊരു പ്രഭാഷണം നടത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നമാ അഹ്ലകല്ലദീന ഖബ്ലകും അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമുശ് ശരീഫ് തറകൂഹു. നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇദാ സറഖ ഫീഹിമുശ് ശരീഫ്, ആ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ, പ്രബലരായ ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ, അംഗീകാരമുള്ള ആളുകൾ, അങ്ങനെയുള്ള പ്രബലരായ ആളുകളാണ് മോഷണം നടത്തുന്നത് എങ്കിൽ തറകൂഹു, ആ ജനങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കും, അവരെ വെറുതെ വിടും ആളുകൾ. എന്നാൽ വഇദാ സറഖ ഫീഹിമുൽ ലഈഫ്, ഏതെങ്കിലും ഒരു ദുർബലനായ വ്യക്തി, പട്ടിണി പാവമായിരിക്കാം, ദരിദ്രനായിരിക്കാം, വിശപ്പ് കൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തി എന്തെങ്കിലും മോഷണം നടത്തിയാൽ അഖാമു അലൈഹിൽ ഹദ്, ജനങ്ങൾ എന്ത് ചെയ്യും? ആ പാവപ്പെട്ടവന്റെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. സമ്പന്നരായ, സ്വാധീനമുള്ള, അധികാരമുള്ള ആളുകൾക്ക് എന്തുമാവാം, പാവപ്പെട്ടവരായ ആളുകളാണ് എങ്കിൽ ശിക്ഷാ നടപടികളും സ്വീകരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് സറഖത് ലഖതഅതു യദഹാ. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏത് ഭരണാധികാരിക്ക് പറയാൻ സാധിക്കും ഈ വാക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഈ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടുന്നതാണ്. ആരാ ഫാത്തിമ? ഫാത്തിമ കിത്അതു കിബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹദി ഫാത്തിമ. അത്രയും സ്നേഹമുള്ള ഫാത്തിമ, ആ ഫാത്തിമയാണ് മോഷണം നടത്തുന്നത് എങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് പ്രഖ്യാപിച്ച നീതിയുടെ ഒരു ലോകത്ത് ഒരാൾക്കും ഇന്നേ വരെ തുലനം ചെയ്യപ്പെടാൻ സാധിക്കാത്ത നീതിയുടെ നിറകുടമായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നവ ദിമ്മികൾ, അമുസ്ലിങ്ങൾ, അവരെ ആരെങ്കിലും കൊന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിനെ ഭീകരവാദവുമായി, തീവ്രവാദവുമായി കോർത്തിണക്കാൻ ഇന്ന് ലോകത്ത് എല്ലാ ശക്തികളും, മീഡിയകളും, സ്റ്റേജിലൂടെ, പേജിലൂടെ ഇസ്ലാമിന്റെ എല്ലാ ശത്രുക്കളും ആ വിഷയത്തിൽ ഐക്യത്തിലാണ്. ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തീവ്രവാദവുമായി, ഭീകരവാദവുമായി കോർത്തിണക്കണം. എന്നാൽ പ്രവാചകന്റെ പ്രഖ്യാപനം എന്താ? ആരെങ്കിലും മുസ്ലിം രാജ്യത്ത് താമസിക്കുന്ന ദിമ്മിയായ അഥവാ ഒരു അമുസ്ലിമിനെ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ ലം യജിദ് റീഹൽ ജന്ന, സ്വർഗത്തിന്റെ വാസന പോലും അവൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വരീഹുൽ ജന്നതി കദാ വകദാ, എത്രത്തോളം നബി പറഞ്ഞു, വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി 40 ആമ,
ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 40 വർഷം സഞ്ചരിച്ചാലും അവസാനിക്കാത്തത്ര സുഗന്ധം വ്യാപിക്കുന്ന സ്വർഗം. 40 കൊല്ലം സഞ്ചരിക്കാൻ, എന്നാലും സ്വർഗത്തിന്റെ വാസന മുറിഞ്ഞു പോവുകയില്ല. അത്രയും സുഗന്ധം പരത്തുന്ന സ്വർഗത്തിന്റെ പരിമളമേൽക്കാൻ ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുന്ന ഒരു അമുസ്ലിമിനെ കൊന്ന വ്യക്തിക്ക് സാധിക്കുകയില്ല എന്ന നീതിയുടെ പ്രഖ്യാപനം നടത്തി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിരിൻ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഖ്സിതീൻ, നിശ്ചയമായും നീതി നടപ്പിലാക്കുന്നവർ, നീതിമാന്മാർ, ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ, അലാ മനാബിരിൻ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വലതുഭാഗത്തുള്ള പ്രകാശത്തിന്റെ മിമ്പറുകളിലായിരിക്കും. നീതിയുടെ മഹത്വം പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി നടപ്പിലാക്കുന്നവർ അള്ളാഹുവിന്റെ വലതുഭാഗത്തുള്ള പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മിമ്പറുകളിൽ ഇരുത്തി അള്ളാഹു അവരെ ആദരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിനെ വിമർശിക്കുന്നവർ, ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെ വിമർശിക്കുന്നവർ, അതിനെ പുച്ഛിക്കുന്നവർ, അത് കാടത്ത നിയമമാണെന്ന് പറയുന്നവർ, അത് പ്രാകൃതമാണ് എന്ന് പറയുന്നവർ, ആധുനിക യുഗത്തിൽ ആധുനിക കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് എന്ന് പറയുന്നവർ. നോക്കൂ നിങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇന്ന ശരീഅത്തൽ ഇസ്ലാമിയ്യ ജാഅത് ബിതഹ്സീരിൽ മസാലിഹി വതക്മീലിഹാ. എന്താണ് ഈ ഇസ്ലാമിക ശരീഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ജാഅത് ബിതഹ്സീരിൽ മസാലിഹ്, എല്ലാ നിലക്കുമുള്ള നന്മയിൽ അധിഷ്ഠിതമായ താല്പര്യങ്ങൾ നേടാൻ, അതിന്റെ പൂർത്തീകരണത്തിന്, വതഅതീലിൽ മഫാസിദി വതഖലീലിഹാ, സമൂഹത്തിൽ ഫസാദുകൾ ഇല്ലാതാക്കാൻ, കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ, വതഖലീലിഹാ, ആ ഫസാദുകൾ കുറക്കാൻ ഈ ഇസ്ലാമിക ശരീഅത്തുകൾ, അതിലെ ശിക്ഷാ നടപടികൾ, അതിലെ നിയമക്രമങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വയഖൂൽ ഇന്നല്ലാഹ യുഖീമുദ് ദൗലത്തൽ ആദില വഇൻ കാനത് കാഫിറ വലാ യുഖീമുദ് ദൗലത്തൽ ളാലിമ വഇൻ കാനത് മുസ്ലിമ. നോക്കൂ നിങ്ങൾ, നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട വാക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഇന്നല്ലാഹ യുഖീമുദ് ദൗലത്തൽ ആദില വഇൻ കാനത് കാഫിറ. ഒരു കാഫിറായ വ്യക്തി ഭരിക്കുന്ന രാഷ്ട്രം അത് നീതിയോടുകൂടിയാണ് ഭരിക്കുന്നത് എങ്കിൽ ഇന്നല്ലാഹ യുഖീമുദ് ദൗല, ആ ഭരണവും ആ നാടും അല്ലാഹു നിലനിർത്തും. ഇനിയോ വലാ യുഖീമുദ് ദൗലത്തൽ ളാലിമ വഇൻ കാനത് മുസ്ലിമ. ഒരു മുസ്ലിമാണ് ഭരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക, പക്ഷേ ആ നാട് ദുൽമ കൊണ്ട് നിറഞ്ഞതാണ് എങ്കിൽ അല്ലാഹു ആ ഭരണത്തെയും ആ നാടിനെയും നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇവിടെയെല്ലാം ഇസ്ലാമിക ശരീഅത്തായാലും അതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങളായാലും ശിക്ഷാ നടപടികളായാലും അവിടെയെല്ലാം നീതിയുടെ ഒരുപാട് വിശാലമായ ആശയവും വിശാലമായ തലങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സന്ദർശിക്കാൻ റോമൻ ചക്രവർത്തി ഒരു ദൂതനെ പറഞ്ഞയക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അർസല റസൂലൻ ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് ലിയൻദുറ അഹ്വാലഹു വയുശാഹിദു അഫ്ആലഹു. റോമൻ ചക്രവർത്തി ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്താണ് മുസ്ലിങ്ങളുടെ അവസ്ഥ, അവരുടെ ഹാൽ എന്താണ്, അവരുടെ പ്രവൃത്തികൾ എന്താണ്, ഇതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദൂതനെ പറഞ്ഞയക്കുന്നു. ഫലമ്മാ ദഖലൽ മദീന, അങ്ങനെ ആ ദൂതൻ മദീനയിലേക്ക് കടന്നു വന്നു. സഅല അഹ്ലഹ, എന്നിട്ട് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഐന മലികുക്കും, എവിടെ നിങ്ങളുടെ രാജാവ്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചോദിക്കാൻ, എവിടെ നിങ്ങളുടെ മലിക് എവിടെയാണ്? മദീനക്കാർ പറഞ്ഞു, ലൈസ ലനാ മലികുൻ, ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങൾക്ക് രാജാവില്ല. ബൽ ലനാ അമീറുൻ, ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് ഒരു അമീറുണ്ട്, ഒരു നേതാവുണ്ട്. രാജാവ് എന്നുള്ള പദം അവർ പ്രയോഗിക്കാറില്ല, മറിച്ച് ആരാ? ഒരു അമീറുണ്ട്, കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ ഒരു അമീറുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഖദ് ഖറജ ഇലാ ലാഹിരിൽ മദീന, അദ്ദേഹം ഏത് സമയത്തും വീട്ടിൽ കുത്തിരിക്കല്ല ചെയ്യുക, മറിച്ച് ലാഹിറുൽ മദീന,
മദീനയുടെ പുറംഭാഗങ്ങൾ, അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, അവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിക്കും. പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ടാകും. അങ്ങനെ അവിടെ എവിടെയെങ്കിലും പോയി നോക്കിയാൽ മതി, അവിടെ കാണാം ഞങ്ങളുടെ അമീറിനെ. ഫഖറജ റസൂൽ ഫീ ത്വലബിഹി. അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ച് മദീനയുടെ പുറത്തുള്ള പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഈ ദൂതൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ഫവജദഹു നായിമൻ ഫിശ്ശംസി അലൽ അർളി ഫൗക റംലിൽ ഹാർ. ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഉറങ്ങുന്നതായി കണ്ടു. എവിടെയാ ഉറങ്ങുന്നത്? ഫിശ്ശംസി അലൽ അർളി ഫൗക റംലിൽ ഹാർ. ചൂടുള്ള മണലിൽ വെയിലേറ്റ് കിടന്നുറങ്ങുന്ന ഒരു അമീറിനെ ആ ദൂതൻ കണ്ടെത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വടി തലയിണയായി വെച്ചിട്ടുണ്ട്. വിസാദ തലയിണയായിട്ട് എന്താ വെച്ചിട്ടുള്ളത്? ഒരു വടിയാണ്. ആ വെയിലേറ്റത് കാരണം മണൽ നനയുമാറ് വിയർത്തൊലിക്കുന്നുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫലമ്മാ റആഹു അലാ ഹാദിഹിൽ ആല. ഈ അവസ്ഥയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ വഖഅൽ ഖുശൂഉ ഫീ ഖൽബിഹി. വല്ലാത്ത ഭയപ്പാടുണ്ടായി, വല്ലാത്ത ഭക്തിയുണ്ടായി. ആരോട്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്, റജുലുൻ ജമീഉ മുലൂക്കിൽ അർളി لا يفر لهم فرارا من هيئته وتكون هذه حالته ولكنك يا عمر عدلت فأمنت. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാൻ, ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ഭയം കൊണ്ട് നെട്ടോട്ടം ഓടുന്നു. എല്ലാവരും ബേജാറിലാണ്, ടെൻഷനിലാണ്. എന്നാൽ താങ്കളാണെങ്കിലോ യാ ഉമർ അദൽത, താങ്കൾ നീതി നടപ്പിലാക്കി, താങ്കൾ നീതി നടപ്പിലാക്കി. ഫഅമിൻത, അതുകൊണ്ട് താങ്കൾ നിർഭയനാണ്. നീതി നടപ്പിലാക്കിയത് കാരണം താങ്കൾ നിർഭയനാണ്. ലാ ജറമ ലഹു ലാ യസാലു സാഹിറൻ ഹാതിഫൻ അഷ്ഹദു അന്ന ദീനകും ലദീനുൽ ഹഖ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പോരിശകൾ എടുത്ത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, അഷ്ഹദു അന്ന ദീനകും ലദീനുൽ ഹഖ്. ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, താങ്കളുടെ ദീനാണ് സത്യമായ ദീൻ. വലൗലാ അന്നി അതൈതു റസൂലൻ ലഅസ്ലംതു. ഞാൻ ഒരു ദൂതനായിട്ടല്ല വന്നിരുന്നത് എങ്കിൽ ഞാൻ മുസ്ലിമാകുമായിരുന്നു. എനിക്കിപ്പോൾ മുസ്ലിമാകാനുള്ള തടസ്സം എന്താ? ഞാൻ ചക്രവർത്തിയുടെ ദൂതനായി വന്നതാണ്, ചക്രവർത്തിയുടെ ദൂതനായി വന്നതാണ്. അതാണ് എനിക്ക് മുസ്ലിമാകാനുള്ള തടസ്സം. വലാകിൻ സഅഊദു ബഅദ ഹാദാ വഅസ്ലിം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് ചെയ്യും? പോയി തിരിച്ചു വരും. അന്ന് ഞാൻ എന്താകും? ഞാൻ മുസ്ലിമാകും ഉമറെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത, നീ നീതി നടപ്പിലാക്കി, അതുകൊണ്ട് നിനക്ക് നിർഭയത്വം ലഭിച്ചു. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റാരുടെയും തണൽ ലഭിക്കാത്ത ആ പരലോകത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു 7 വിഭാഗത്തെ ആദരിക്കുമെന്നാണ്. 7 വിഭാഗത്തെ ആദരിക്കും. അതിൽ ഒന്നാമത്തെ വിഭാഗാര അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരിയാണ്. പ്രധാനമന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം, MLA ആകാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, മെമ്പറാകാം, കുടുംബനാഥനാകാം, പള്ളി സെക്രട്ടറി ആകാം, ആരുമാകാം. 2 സുഹൃത്തുക്കൾ പിണങ്ങി, ആ പിണക്കം തീർക്കാൻ ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആരാ? അവരെ അകറ്റാനല്ല, അവരുടെ പിണക്കത്തിന്റെ കനം കൂട്ടാനല്ല, മറിച്ച് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാനൊരു നീതിയോടുകൂടി നിയമം അവർക്കിടയിൽ സംസാരിച്ചാൽ ഞാൻ ആരാ? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. ആ നീതിമാനായ തീരുമാനമെടുക്കുന്ന വ്യക്തിയെ അള്ളാഹു നാളെ പരലോകത്ത് ആദരിക്കുമെന്ന്, അർശിന്റെ തണൽ നൽകി ആദരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നീതിമാനായ ഒരു കുടുംബനാഥനായിരുന്നു. അദ്ദേഹത്തിന് 1ലധികം ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാർക്കിടയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പിലാക്കി. അദ്ദേഹം മരണാസന്നനായി കിടക്കാൻ കാരണമായ രോഗം ആരംഭിച്ച സമയത്ത് തന്നെ തന്റെ ഭാര്യമാരെ എല്ലാം വിളിച്ചുകൂട്ടി ചോദിക്കുന്നുണ്ട്, ഐന ഗദൻ അന,
ഞാൻ ഇനി നാളെ എവിടെയാണ് താമസിക്കേണ്ടത്? ഇനി ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാൻ നേരല്ല, ശാരീരികമായി അതിനുള്ള ശക്തിയില്ല, ആരോഗ്യമില്ല, നടക്കാൻ വയ്യ, രോഗമാണ്. ചോദിക്കാൻ ഐന ഗദൻ അന, ഞാൻ ആരുടെ വീട്ടിലാണ് താമസിക്കേണ്ടത്? എല്ലാ ഭാര്യമാരും കൂടി തീരുമാനിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുക. കാരണം പള്ളിയുമായി ഏറ്റവും അടുത്തത്, എല്ലാ നിലക്കുമുള്ള സൗകര്യം ആലോചിച്ച് അവർ തീരുമാനിച്ചുറപ്പിച്ചു ആയിഷ ബീവിയുടെ വീട്ടിൽ താങ്കൾ താമസിക്കുക. തൻ്റെ അവസാന ദിനങ്ങളിൽ പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പിലാക്കി എന്ന് ഈ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കളോട് നീതി നടപ്പിലാക്കി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅദിലു ബൈന ഔലാദികും ഫിൽ ഹിബ കമാ തുഹിബ്ബൂന അൻ യഅദിലു ബൈനകും ഫിൽ ബിർരി വൽ ലുതുഫ്. മക്കൾക്ക് സമ്മാനം കൊടുക്കുന്ന കാര്യത്തിൽ, മക്കൾക്ക് എന്തെങ്കിലും നൽകുന്ന വിഷയത്തിൽ മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി കാണിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യഅദിലു ബൈന ഔലാദികും ഫിൽ ഹിബ, യഅദിലു, നിങ്ങൾ നീതി കാണിക്കണം. ഏത് കാര്യത്തിൽ? ബൈന ഔലാദികും ഫിൽ ഹിബ, മക്കൾക്കിടയിൽ എന്തെങ്കിലും ഹിബ, എന്തെങ്കിലും സമ്മാനം നൽകുന്ന കാര്യത്തിൽ, ഗിഫ്റ്റ് നൽകുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്കിടയിൽ നീതി നടപ്പിലാക്കണം. ഒരാൾക്ക് മാത്രം സമ്മാനം നൽകുക, ഒരാളെ മാത്രം പ്രത്യേകമായി സ്നേഹിക്കുക, ഒരാളെ മാത്രം പ്രത്യേകമായി പരിഗണിക്കുക, അങ്ങനെ മക്കൾക്കിടയിൽ ഒരു കാരണവശാലും നിങ്ങൾ അനീതി കാണിക്കരുത്, വേർതിരിവ് കാണിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പിതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവരാൻ, എന്നിട്ട് പറഞ്ഞു തൻ്റെ മകന് നൽകുന്ന ഒരു ദാനം അതിന് സാക്ഷി നിൽക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാൻ അദ്ദേഹത്തിന്റെ പിതാവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അകുല്ലി വലദിക നഹൽത മിസ്ല ഹാദാ, ഈ പുത്രന് ദാനം നൽകുന്നത് പോലെ എല്ലാ മക്കൾക്കും നിങ്ങൾ ദാനം നൽകിയിട്ടുണ്ടോ? ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇല്ല, എല്ലാ മക്കൾക്കും നൽകിയിട്ടില്ല, ഒരാൾക്ക് മാത്രം. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹിദ് അലാ ഹാദാ ഗൈരി ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗരിൻ. നോക്കൂ നിങ്ങൾ, തൻ്റെ പുത്രന് നൽകുന്ന കാര്യത്തിന് സാക്ഷി നിൽക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞു വന്നു. പ്രവാചകൻ ചോദിക്കുന്നു, മറ്റു മക്കൾക്ക് ഇതുപോലെ കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, അഷ്ഹിദ് അലാ ഹാദാ ഗൈരി, ഇതിന് വേറെ ആരെയെങ്കിലും സാക്ഷി നിർത്താൻ നീ നോക്കിക്കോ. അഷ്ഹിദ്, നീ സാക്ഷി നിർത്തണം. അലാ ഹാദാ ഗൈരി, ഈ കാര്യത്തിന് വേറെ വല്ലവരെ സാക്ഷി നിർത്തിക്കോ. ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗരിൻ, ഞാൻ ഒരിക്കലും അക്രമത്തിന് കൂട്ടു നിൽക്കുകയില്ല. അക്രമമാണ്, അനീതിയാണ്. ഒരാൾക്ക് മാത്രം നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജൗറാണ്, അക്രമമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അത്രമാത്രം നീതിയുടെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തോടുള്ള പെരുമാറ്റം വളരെ വിനയത്തോടെ, വളരെ എളിമയോടെ, വീട്ടിലെ കാര്യങ്ങളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മിഹ്നതി അഹ്ലിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വീട്ടിലെ കാര്യങ്ങളിലൊക്കെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. അടുക്കള കാര്യങ്ങളിൽ, പാചകം ചെയ്യുന്ന കാര്യങ്ങളിൽ, ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികളെ, അവരുടെ വികാരങ്ങളെ ബഹുമാനിക്കുകയും അവരോട് വളരെ കാരുണ്യത്തോടെ ഇടപെടുകയും അവർ കരയുന്ന സന്ദർഭത്തിൽ, ദുഃഖിക്കുന്ന സന്ദർഭത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ അയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ കുടുംബത്തോട് കാരുണ്യം കാണിച്ച, കുട്ടികളോട് കാരുണ്യം കാണിച്ച ഒരു വ്യക്തിയെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വർഷങ്ങളോളം ഞാൻ പ്രവാചകന്റെ കൂടെ താമസിച്ചു. എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ ശകാരിച്ചില്ല, എന്നെ അടിച്ചില്ല, എനിക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കുപോലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന്
പ്രവാചകന്റെ കൂടെ ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ അല്ലേ, നമസ്കാരം നമുക്കറിയാം. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. നാളെ പരലോകത്ത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുക നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ നമസ്കാരത്തിന്റെ വിഷയം പാസ്സായി കഴിഞ്ഞാൽ, അതിൽ അവൻ വിജയിച്ചാൽ അതിനുശേഷമുള്ളതെല്ലാം അവന് എളുപ്പമാണ്. അത് ആ നമസ്കാരത്തിന്റെ വിചാരണയിൽ അവൻ പരാജയപ്പെട്ടാൽ അതിനുശേഷമുള്ളതെല്ലാം അവന് പരാജയമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമസ്കാരം ഒഴിവാക്കുന്ന ഒരു വ്യക്തിയെ മുസ്ലിമീങ്ങളെ മരിച്ചാൽ മറമാടുന്ന ശ്മശാന ഭൂമിയിൽ മറമാടുന്നത് പോലും എനിക്കിഷ്ടല്ല. അത്രയും പ്രധാനപ്പെട്ട കർമ്മമാണ് നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നമസ്കാരം. നാളെ പരലോകത്ത് നരകത്തിൽ കാലാകാലം താമസിക്കുന്നവരാര് എന്നുള്ള ചർച്ചയിൽ ഒന്ന് മുശ്രിക്കീങ്ങളാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം, അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടതിന് പകരം, അള്ളാഹുവിന്റെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടതിന് പകരം, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യേണ്ടതിന് പകരം, ജീവിതത്തിൽ പരീക്ഷണങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ആവശ്യങ്ങളും വരുമ്പോ അള്ളാഹുവെ കാക്കണേ, അള്ളാഹുവെ കുട്ടിയെ തരണേ, അള്ളാഹുവെ ജോലി ശരിയാക്കി തരണമേ, അള്ളാഹുവെ എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ചോദിച്ചവൻ, മുശ്രിക്കായ മനുഷ്യൻ, നാളെ പരലോകത്ത് കാലാകാലം നരകത്തിലാണ്. കാഫിറുകൾ അറിഞ്ഞിട്ട് നിഷേധിക്കുക, എല്ലാത്തിനെയും നിഷേധിച്ച് തള്ളുന്നവൻ നാളെ പരലോകത്ത് കാലാകാലം നരകത്തിലാണ്. മുൽഹിദുകൾ, നിരീശ്വര നിർമ്മതവാദികൾ, ഇതൊക്കെ സ്വയംഭൂവാണ്, പ്രകൃതിയുടെ വികൃതികളാണ്, അള്ളാഹു എന്ന് പറയുന്ന ശക്തിയില്ല, അള്ളാഹുവിനെ ഡിങ്കനോട് ഉപമിക്കുക, പരലോകത്തെ പരിഹസിക്കുക, ബർസഹിയായ ഖബറിലെ ജീവിതത്തെ പരിഹസിക്കുക, പ്രവാചകനെ പുച്ഛിക്കുക, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുക, അങ്ങനെയുള്ള നിരീശ്വര നിർമ്മതവാദികൾ, മുൽഹിദുകൾ കാലാകാലം നരകത്തിലാണ്. മുനാഫിക്കുകൾ, പുറമെ മുസ്ലിമായി നടക്കുക എന്നിട്ട് ഉള്ളിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുക, അങ്ങനെയുള്ള മുനാഫിക്കുകൾ കാലാകാലം നരകത്തിലാണ്. നമ്മൾ ആശ്വസിക്കും, നമ്മൾ മുശ്രിക്കല്ല, നമ്മൾ കാഫിറല്ല, നമ്മൾ മുൽഹിദല്ല, നമ്മൾ മുനാഫിക്കല്ല. 5-മതായി പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് എങ്കിൽ അവൻ നാളെ കാലാകാലം നരകത്തിലാണ്. അത്രയും പ്രാധാന്യമുള്ള കർമ്മമാണേത്? നമസ്കാരം. ആ നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി ലഅഖൂമു ഫിസ്സലാ, ഞാൻ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി എഴുന്നേറ്റ് നിൽക്കും. ഉരീദു അൻ ഉതവ്വില ഫീഹാ, ആ നമസ്കാരം ഒന്ന് ദീർഘിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കും, കുറച്ച് ദീർഘമായി പാരായണം ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷേ ഫഅസ്മഉ ബുകാഅ അസ്സബി, ഈ സമയത്ത് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. നമസ്കാരം ഒന്ന് ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചതാണ്, പക്ഷേ തീരുമാനിച്ച് നമസ്കാരത്തിന് തയ്യാറായി നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും ആ നമസ്കാരത്തിൽ. ഫതജവ്വസു ഫീ സ്വലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മിഹി, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? നമസ്കാരം ചുരുക്കും. ദീർഘമായി നമസ്കരിക്കാൻ തീരുമാനിച്ച പ്രവാചകൻ നമസ്കാരം ഒന്ന് ചുരുക്കും. എന്തേ കാരണം? അൻ അശുഖ അലാ ഉമ്മിഹി, ആ കുട്ടിയുടെ മാതാവിന്റെ പ്രയാസം ആലോചിച്ച് ആ നമസ്കാരം ഞാൻ ചുരുക്കും. ദീർഘമായി പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ എന്ത് ചെയ്യും? ചെറുതാക്കും. അത്രമാത്രം ചെറിയ കുട്ടിയോട് പോലും നീതി കാണിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുർബലരോട്, അടിമകളോട് നീതി കാണിച്ചു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് വളരെ മാന്യമായി പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. ഇഖ്വാനകും ഖൗലുകും ജഅലഹുമുല്ലാഹു തഹ്ത ഐദീകും ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു മിമ്മാ യഅകുൽ വൽയുൽബിസുഹു മിമ്മാ യൽബസ് വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും ഫഇൻ കല്ലിഫ്തുമൂഹും ഫഅഈനൂഹും. നിങ്ങളുടെ കീഴിൽ ഒരാൾ താമസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ജോലിക്കാരനാകാം, നിങ്ങളുടെ കീഴിൽ താമസിക്കുന്ന ആളാവാം, അവൻ നിങ്ങളുടെ സഹോദരനാണ്. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുത്ഇംഹു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവനെയും നിങ്ങൾ ഭക്ഷിപ്പിക്കണം. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ ഫൽയൽബിസുഹു മിമ്മാ യൽബസ്, അവനും വസ്ത്രം ധരിക്കണം. നമ്മൾ മൂക്കറ്റം ഭക്ഷണം കഴിക്കുക, നല്ല ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഭക്ഷണം കഴിക്കുക, നമ്മുടെ പണിക്കാരൻ, നമ്മുടെ തൊഴിലാളി പട്ടിണിയിൽ കഴിയുക പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ അവനെയും ഭക്ഷിപ്പിക്കണം. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ അവനെയും വസ്ത്രം ധരിപ്പിക്കണം. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും,
അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണി നിങ്ങൾ എടുപ്പിക്കരുത്. അമിതഭാരം, ഓവർലോഡിങ്, വല്ലാത്ത പ്രയാസപ്പെടുത്തരുത്. ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കൂലി കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന്റെ ശാരീരികമായ മാനസികമായ പരിതസ്ഥിതി മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ വല്ലാതെ അവന് ജോലി ഭാരം നൽകരുത്. ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനൂഹും. ഇനി നിങ്ങൾ അമിതഭാരം നൽകുന്നുണ്ട് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായി പെരുമാറി. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി ഫൽയുതിമുഹു മിമ്മാ യഅകുലു വൽയൽബിസുഹു മിമ്മാ യൽബസ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ അവരെ ഭക്ഷിപ്പിക്കണം. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ അവരെയും വസ്ത്രം ധരിപ്പിക്കണം. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും. അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്തത്, പ്രയാസമുള്ളത് നിങ്ങൾ ഒരിക്കലും നിർബന്ധിപ്പിക്കരുത്. ഫഇൻ കല്ലിഫ്തുമൂഹും ഫഅഈനൂഹും. ഇനി അങ്ങനെ വല്ല ജോലിഭാരവും ഏൽപ്പിച്ചാൽ തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. സ്ത്രീകളോടുള്ള ഇസ്ലാമിന്റെ സമീപനം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ ജാഹിലിയ കാലഘട്ടം സ്ത്രീകൾക്ക് ഒരു അവകാശവുമില്ലായിരുന്നു. അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. ഭർത്താക്കന്മാരാൽ എല്ലാ നിലക്കും ഉപദ്രവിക്കപ്പെടുന്ന, എന്തിനേറെ ചില ഗോത്രങ്ങളിൽ പെൺകുഞ്ഞാണ് പിറന്നത് എന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന ഒരവസ്ഥ. ഈ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾ സ്ത്രീകളോട്, ഭാര്യമാരോട്, സഹോദരിമാരോട് നിങ്ങൾ വളരെ മാന്യമായി നല്ല നിലയിൽ മാത്രം വർത്തിക്കുക. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. ഈമാൻ പൂർത്തീകരിച്ചവൻ, ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അവന്റെ സൽസ്വഭാവത്തിലൂടെയാണ്. അവരിൽ ഏറ്റവും നല്ലവൻ, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. നമസ്കരിച്ചവനെന്നല്ല പറഞ്ഞത്, നോമ്പെടുത്തവനെന്നല്ല, ഹജ്ജ് ചെയ്തവനെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. മറിച്ച് ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറിയവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും അധികം അനീതിക്ക് വിധേയരാകുന്ന ഒരു വിഭാഗമാണ് അനാഥരായ ആളുകൾ. ചോദിക്കാനും പറയാനും ആരുമില്ല, പാവങ്ങളാണ്, അനാഥരാൻ. ആ അനാഥരോട് നീതി കാണിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചൂഷണത്തിന് വിധേയരാകാൻ സാധ്യതയുള്ള അനാഥകൾ, ആ അനാഥകളെ സംരക്ഷിക്കാൻ, അവരെ പരിപാലിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം? അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് വിരലുകൾ ഉയർത്തിക്കാട്ടി അത് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അനാഥനെ ആദരിക്കുന്നവനും അനാഥനെ ബഹുമാനിക്കുന്നവനും ഇതുപോലെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നേടിയെടുക്കാൻ സാധിക്കുന്ന കർമ്മമായി യതീമിനെ സംരക്ഷിക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരണ നൽകി. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നമുക്കൊക്കെ മനപ്പാടമുള്ള അധ്യായമാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? ഖുർആനിന്റെ ചോദ്യമാണ്. ഈ മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? മതത്തെ കളവാക്കുന്ന, നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരിലേക്കായിരിക്കും ചിലപ്പോ നമ്മുടെ ശ്രദ്ധ പോവുക. മുസ്ലിം ആയതിന്റെ പേരിൽ, ഇസ്ലാം ആയതിന്റെ പേരിൽ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ഭരണാധികാരികൾ, ക്രൂരന്മാർ, അവരൊക്കെയാണ് മതനിഷേധികൾ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അല്ലാഹ് പറയാൻ, ആരാണ് ഈ മതത്തെ കളവാക്കിയവൻ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, യതീമിനെ ആട്ടിയകറ്റിയവനാണ്. യതീമിനെ ആട്ടിയകറ്റിയവനാണ്. തന്റെ അയൽവാസി, തന്റെ കുടുംബം, താൻ അറിയുന്ന ഒരു യതീമുണ്ട്, ഒരു ജീവിതോപാധിയുമില്ല, പട്ടിണിയും പരിവട്ടത്തിലുമാണ്. അവനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവൻ യദ്ഉൽ യതീം, ആ അനാഥയെ ആട്ടിയകറ്റിയവൻ ഈ മതത്തെ കളവാക്കിയവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, ഒരു മിസ്കീനിന് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവനാണ്. എന്നെ കൊണ്ട് സാധിക്കൂല, പക്ഷേ ഒരാളോട് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഭക്ഷണം കിട്ടും, ആ ഒരു പ്രേരണ പോലും നൽകാത്തവൻ, ഒന്ന് ഇടപെടാത്തവൻ. فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين. എന്നിട്ട് അല്ലാഹു പറയാൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനെയുള്ള നമസ്കാരമാണത്? الذين هم عن صلاتهم ساهون. അവന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്. ഞാൻ എന്താണ് ചൊല്ലുന്നത്, ഞാൻ എന്താണ് പാരായണം ചെയ്യുന്നത്, റുക്കൂയിൽ എന്താണ്, സുജൂദിൽ എന്താണ്, ഇഅ്തിദാലിൽ എന്താണ്, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ എന്താണ് ഞാൻ ഈ ചൊല്ലുന്നത്, ഒന്നും അറിയില്ല. എത്രാമത്തെ റക്അത്താണ് ഞാൻ നിർവഹിക്കുന്നത്, ഒരു ബോധവുമില്ലാതെ നമസ്കരിക്കുന്നവൻ, അവന്റെ നമസ്കാരത്തിന്റെ ലക്ഷ്യം എന്താ? അല്ലദീന ഹും യുറാഊൻ, മറ്റുള്ളവരെ കാണിക്കലാണ്. ഞാൻ വലിയ നമസ്കാരക്കാരനാണ് എന്ന് ആളുകൾ പറയണം. ആ ഒരു അംഗീകാരത്തിന് വേണ്ടി, ജനങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമസ്കരിക്കുന്നവൻ, അവൻ മതത്തെ കളവാക്കിയവനാണ്. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ തടയുന്നവൻ. പരോപകാര വസ്തുക്കൾ തടയുന്നവൻ. തഫ്സീറുകളിൽ കാണാം, എന്താണ് ഈ മാഊൻ, പരോപകാര വസ്തുക്കൾ? കൽ മിൽഹി വദ്ദൽവി, ഉപ്പ് പോലെ, ബക്കറ്റ് പോലെ. അയൽവാസി കറി പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പ് തീർന്നു പോയി, ഈ സമയത്ത് വരാൻ ഒരു സ്പൂൺ ഉപ്പ് തരുമോ, ഒരു ഗ്ലാസ് ഉപ്പ് തരുമോ, ഉണ്ടായിട്ടും കൊടുക്കാത്തവൻ മതത്തെ കളവാക്കിയവനാണ്. വദ്ദൽവി, വെള്ളം കോരാൻ നേരത്ത് ബക്കറ്റ് കിണറ്റിലാണ്, വീണുപോയി, വരികയാണ്, ആ ബക്കറ്റ് ഒന്ന് തരുമോ, ഉണ്ടായിട്ടും കൊടുക്കാത്തവൻ. മതത്തെ കളവാക്കിയവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അനാഥയെ ആദരിക്കാൻ, അവരുടെ സ്വത്ത്, ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും, ചോര പൈതലായിരിക്കും, അവരുടെ സ്വത്ത് അനർഹമായി ഭക്ഷിക്കരുത് എന്ന് സൂറത്തു നിസായിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ, അവർ കഴിക്കുന്നത് തീയാണ്. ഖുർആൻ പറയാൻ, നിങ്ങൾ അനാഥകളുടെ സ്വത്ത് അത് അന്യായമായി ഭുജിക്കരുത്, കാരണം നിങ്ങൾ കഴിക്കുന്നത് ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ, നിങ്ങളുടെ വയറുകളിലേക്ക് നിങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് തീക്കട്ടയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. അപ്പൊ അവരോട് നീതി, അനാഥകളോട് നീതി, ദരിദ്രരോട്, അഗതികളോട് കാരുണ്യവും നീതിയും നടപ്പിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്സായി അലൽ അർമല വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ, ജിഹാദി എന്ന് പറഞ്ഞാൽ വെറും ശരീരം കൊണ്ട് യുദ്ധം ചെയ്ത് തന്റെ ജീവൻ കൊടുക്കലും മാത്രമല്ല ജിഹാദ്, മുജാഹിദ് എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സായി, പരിശ്രമിക്കുന്നവൻ. ആർക്ക് വേണ്ടി? അലൽ അർമല, വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ. അർമല, ഭർത്താവ് മരണപ്പെട്ടവർ, ആ വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ. വൽ മിസ്കീൻ, സാധുക്കൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ. കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവന്റെ കൂലിയാണ് അവന്റെ മേൽ രേഖപ്പെടുത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക. കച്ചവടത്തിന്റെ കാര്യത്തിൽ നീതി നടപ്പിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ, അവർ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് പൂർണ്ണമായി അളന്നെടുക്കും. വഇദാ കാലൂഹും ഔ വസനൂഹും, അങ്ങോട്ട് വിൽക്കുന്ന സമയത്ത്, അളന്നു കൊടുക്കുന്ന സമയത്ത് യുഖ്സിറൂൻ, അവരെന്തെയും ചുരുക്കും, കുറവ് വരുത്തും, കമ്മി വരുത്തും. അങ്ങനെയുള്ളവർക്ക് നാശം. അതുകൊണ്ട് കച്ചവട മേഖലകളിൽ നീതി നടപ്പിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടക്കാരന്റെ ധാന്യ കൂമ്പാരത്തിന്റെ അടുക്കലൂടെ നടന്നു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാന്യ കൂമ്പാരത്തിലേക്ക് തന്റെ കൈയിട്ടൊന്ന് പരിശോധിച്ചു എന്നാണ്. അതിന്റെ അടിഭാഗത്ത് നനവ് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ ജഅൽതഹു ഫൗക തആമി കൈ യറാഹു നാസ്, എന്താടോ ഉള്ളിലൊരു നനവ്? ഈ സമയത്ത് ആ വ്യക്തി പറഞ്ഞു, റസൂലേ, മഴ നനഞ്ഞതാൻ, മഴ കൊണ്ടതാൻ. ഈ സമയത്ത് നബി പറഞ്ഞു, അഫലാ ജഅൽതഹു ഫൗക തആമി കൈ യറാഹു നാസ്, എന്നാൽ നനഞ്ഞ ഭാഗം മേലെ വെച്ചുകൂടെ നിനക്ക് ജനങ്ങൾ കാണാൻ പാകത്തിൽ? അത് ഉള്ളിലോട്ടാക്കണോ? എന്നിട്ട് നബി പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്നി, മൻ ഗശ്ശ, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. നോക്കൂ നിങ്ങൾ, നമുക്ക് നിസ്സാരമായി തോന്നും,
കുറച്ച് വെള്ളം തട്ടി അത് അടിയിലാക്കി, നനവില്ലാത്ത ഭാഗം മേലെ വെച്ചു. പക്ഷേ പ്രവാചകൻ കൈയിട്ട് നോക്കിയപ്പോൾ നനവാൻ. അപ്പൊ നബി പറയാണ്, എങ്കിൽ ആ നനവുള്ള ഭാഗം, ന്യൂനതയുള്ള ഭാഗം അത് പുറമെ കാണിച്ച് വിൽക്കായിരുന്നില്ലേ? എന്നിട്ട് നബി പറഞ്ഞ വാക്കാണ് ഗൗരവം. മൻ ഗശ്ശ, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല അവൻ. എന്താ വാക്കിന്റെ ഗൗരവം? ലൈസ മിന്നി എന്ന് പറഞ്ഞാൽ എന്താ? ലൈസ മിനൽ ജമാഅ, ലൈസ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാൻ സാധിക്കും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ത്വരീഖയിലല്ല, ആ റസൂലിന്റെ പാതയിലല്ല അവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. സലാസുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകളോട് നാളെ പ്രവാചകൻ അള്ളാഹു സംസാരിക്കുകയില്ല. വലാ യൻളുറുല്ലാഹു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല. അള്ളാഹു നോക്കൂല, അള്ളാഹു പരിഗണിക്കൂല, അള്ളാഹു നന്നാക്കിയെടുക്കൂല. അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നിന്ന് എല്ലാ നിലക്കും അകന്നുപോയ 3 ആളുകൾ, 3 വിഭാഗം. ഒന്ന് അൽ മുസ്ബിൽ വൽ മന്നാൻ. ആരാ അൽ മുസ്ബിൽ? അഹങ്കാരത്തോടുകൂടി നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടന്നവൻ. വൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞവൻ. എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ഉപകാരം ചെയ്തത് എടുത്തു പറഞ്ഞ് അയാളെ പ്രയാസപ്പെടുത്തുക. ആ ചെയ്ത ഉപകാരം നാട്ടുകാർക്കിടയിൽ പറഞ്ഞു പരുത്തി ആ സഹായം സ്വീകരിച്ച വ്യക്തി തോന്നിപ്പോകും, അയാളിൽ നിന്ന് ഒന്നും വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് തോന്നിപ്പോകുമാറ് അയാളെ പ്രയാസപ്പെടുത്തുക. അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞവൻ. 3-മതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ള സത്യം ചെയ്ത് ചരക്ക് വിറ്റഴിച്ചവൻ. വല്ലാഹി പറയാ, അള്ളാഹുവിന് സത്യം പറഞ്ഞെന്ത് ചെയ്യുക? കള്ള സത്യം പറഞ്ഞ് തന്റെ സാധന സാമഗ്രികൾ വിറ്റഴിച്ചവൻ. അവന് നാളെ പരലോകത്ത് അള്ളാഹു നോക്കുകയില്ല എന്ന്, സംസ്കരിക്കുകയില്ല എന്ന്, പിന്നെ ഒരു നിലക്കും അവനെ നന്നാക്കി എടുക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മൃഗങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവം നമുക്കറിയാം. ഒരു നായക്ക് വെള്ളം കൊടുത്തത് കാരണം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. മരുഭൂമിയിലൂടെ നടക്കുകയാണ് ആ മനുഷ്യൻ, ദാഹിച്ച് പരവശനായി. ഒരു കിണർ കണ്ടു, ആ കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു. കിണറ്റിൽ നിന്ന് കയറി നോക്കുമ്പോൾ ഒരു നായ, ഞാൻ ഹദീസ് വിശദീകരിക്കുന്നില്ല, ആ നായ മണ്ണ് നക്കുന്നതായി, ചപ്പുന്നതായി ആ വ്യക്തി കണ്ടു. അയാളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു, തനിക്ക് നേരത്തെ വന്നു ഭവിച്ച അതേ അനുഭവം ഈ നായക്കും വന്നു സംഭവിച്ചിരിക്കുന്നു. അയാൾ കിണറ്റിലിറങ്ങി, അയാളുടെ ഷൂയിൽ വെള്ളം നിറച്ചു, വായ കൊണ്ട് കടിച്ചു പിടിച്ചു. എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് പുറത്തു വന്നു ആ നായക്ക് വെള്ളം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതോടുകൂടി ആ പ്രവർത്തനം കാരണം ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. അയാളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഒരു മൃഗത്തോട് കാണിച്ച നീതിയാണ്, ഒരു മൃഗത്തോട് കാണിച്ച മര്യാദയാണ്, കാരുണ്യമാണ്. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിനെ അയച്ചു വിട്ടിരുന്നുവെങ്കിൽ, സ്വതന്ത്രനാക്കിയിരുന്നുവെങ്കിൽ ആ പൂച്ച എവിടെയെങ്കിലും പോയി ജീവിക്കുമായിരുന്നു. പക്ഷേ ഒന്നിനും സമ്മതിക്കാതെ ആ പൂച്ച ചാകുന്നത് വരെ ആ സ്ത്രീ അതിനെ കെട്ടിയിട്ടു, കൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് കാരണം ആ സ്ത്രീ നാളെ പരലോകത്ത് നരകത്തിൽ പ്രവേശിച്ചു. മൃഗങ്ങളോട് പോലും നീതി കാണിക്കാൻ പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര ചെയ്യുന്ന സമയത്ത് കഠിനമായ തണുപ്പ് കാരണം തീ കായും. ഈ സമയത്ത് പ്രവാചകൻ സ്വഹാബികളോട് പറയും, ഉറുമ്പുകളോ മറ്റു വല്ല പ്രാണികളോ സഞ്ചരിക്കുന്ന വഴിയിൽ നിങ്ങൾ ഒരിക്കലും തീയിടരുതേ എന്ന് ആ സ്വഹാബികളെ ഉണർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുമാത്രം നീതിബോധമാണ്! ഉറുമ്പുകൾക്ക് പോലും പ്രയാസമുണ്ടാകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷി കുഞ്ഞുങ്ങളെ സമ്മാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കല്ല ചെയ്തത്, മറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇതിനെ കാണാതെ പ്രയാസപ്പെടുന്ന ആ തള്ളപ്പക്ഷിയുടെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ കൂട്ടിൽ തന്നെ ഇതിനെ കൊണ്ടുപോയി വെക്കുക. പക്ഷികളോട്, മൃഗങ്ങളോട് അമ്പെയ്ത്ത് ശീലിക്കായിരുന്നു ചില യുവാക്കൾ. അവർ അമ്പെയ്ത്ത് ശീലിക്കുന്നത് ജീവനുള്ള പക്ഷികളെ വെച്ചുകൊണ്ടാണ്. ശക്തമായി താക്കീത് ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തിന്റെ പുറത്ത് അടിച്ച പാട് കണ്ടപ്പോൾ അതിന്റെ യജമാനനെ വിളിച്ച് താക്കീത് ചെയ്തു,
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്ന വദറഫത് ഐനാ, ഒരു ഒട്ടകത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, ആ ഒട്ടകം കരയുന്നതായി. അതിന്റെ അവസ്ഥ മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉടമസ്ഥനെ വിളിച്ച് താക്കീത് ചെയ്ത ഹദീസുകളൊക്കെ നിരവധി നമുക്ക് കാണുവാൻ സാധിക്കും. സസ്യലതാദികളോട് അത്ഭുതം തോന്നും നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഖാമത്തിസ് സാഅ വഫീ യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ. നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടിയെന്ന് സങ്കല്പിക്കുക. നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കും. എന്നാൽ വഫീ അഹദികും യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെടിയുണ്ട്, ഒരു വൃക്ഷത്തൈയുണ്ട് എന്ന് സങ്കല്പിക്കുക. ഫസീല, ഒരു വൃക്ഷത്തൈ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ വൃക്ഷത്തൈ നട്ടിട്ട് എന്താ കാര്യം? നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവാണ്. ഒരു കാര്യമില്ല, ഇതിൽ നിന്നൊന്നും കിട്ടൂല എന്നാണ് നമ്മുടെ മനസ്സ് പറയാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് നട്ടതിന് ശേഷമല്ലാതെ അന്ത്യനാൾ വരാൻ പാടില്ല. അത്രയും ഒരു ദിവസമാണോ കിട്ടുന്നത്? ആ ദിവസത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫസീലയെ, ആ വൃക്ഷത്തൈ നടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യുദ്ധവേളകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചയക്കുന്ന സമയത്ത് അദ്ദേഹം അവരോട് പറയുന്നൊരു വാക്കുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ. യുദ്ധ പോരാളികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാൻ, ലാ തഖൂനു വലാ തഗുല്ലു വലാ തഗ്ദിറു വലാ തുമസ്സിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ വലാ ശൈഖൻ കബീറൻ വലാ ഇംറഅതൻ വലാ തഅകിറു നഖലൻ വലാ തഹരിഖൂഹു വലാ തഖ്തഉ ശജറതൻ മുസ്മിറ വലാ തദ്ബഹു ശാതൻ വലാ ബക്കറൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല വസൗഫ തമുറൂന ബിഅഖ്വാമിൻ ഖദ് ഫറഗു അൻഫുസഹും ഫിസ്സവാമി ഫദഊഹും വമാ ഫറഗു അൻഫുസഹും ലഹു. ഒരു യുദ്ധ പോരാളികൾക്ക് അബൂബക്കർ സിദ്ദീഖ് നൽകുന്ന ഉപദേശമാണ്. എന്താണ് ഉപദേശം? ലാ തഖൂനു, നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. യുദ്ധഭൂമി എന്ന് പറഞ്ഞാൽ സകല തന്ത്രങ്ങളും അടവുകളും പയറ്റേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും ലാ തഖൂനു, നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. വലാ തഗുല്ലു, നിങ്ങൾ തട്ടിപ്പ് നടത്താൻ പാടില്ല. നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ തട്ടിപ്പ് നടത്തരുത്. വലാ തഗ്ദിറു, നിങ്ങൾ കരാർ ലംഘിക്കാൻ പാടില്ല. ജീവൻ പോണ കേസാൻ എങ്കിലും ലാ തഗുല്ലു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കരാർ ലംഘിക്കാൻ പാടില്ല. വലാ തുമസ്സിലു, നിങ്ങൾ ഒരു മയ്യത്തിനെയും വികൃതമാക്കാൻ പാടില്ല. നിങ്ങളുടെ കൈകൊണ്ട് ഒരാൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക, പിന്നീട് ആ മയ്യത്തിന്റെ മേലെന്താ കോട്ടിമാട്ടാൻ പാടില്ല. ആ മയ്യത്തിനെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. വലാ തഖ്തുലു തിഫ്ലൻ സഗീറാ, യുദ്ധക്കളത്തിൽ ചിലപ്പോൾ എതിർപക്ഷത്ത് ചെറിയ കുട്ടികൾ ഉണ്ടാകും, ആ കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. വലാ ശൈഖൻ കബീറൻ, പടുവൃദ്ധരായ ആളുകൾ ഉണ്ടാകും, ആ വൃദ്ധന്മാരെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വലാ ഇംറഅതൻ, സ്ത്രീകൾ ഉണ്ടാകും, ആ സ്ത്രീകളെ നിങ്ങൾ പ്രയാസപ്പെടുത്താൻ പാടില്ല. എതിർപക്ഷത്തുള്ള പോരാളികളുമായി മാത്രം നിങ്ങൾ പോരാടുക. വലാ തഅകിറു നഖറൻ, നിങ്ങൾ പോകുന്ന സമയത്ത് ആ യുദ്ധക്കളത്തിൽ ചിലപ്പോൾ മരങ്ങൾ ഉണ്ടാകും, ആ മരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അറുത്തു മുറിച്ചിടാൻ പാടില്ല. വലാ തഹരിഖൂഹു, അത് നിങ്ങൾ കത്തിച്ച് കളയാൻ പാടില്ല. ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വലാ തുഖ്തഉ ശജറതൻ മുസ്മിറ, കായ്ക്കനികൾ നൽകുന്ന, ഫലങ്ങൾ നൽകുന്ന മരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മുറിക്കാൻ പാടില്ല. വലാ തദ്ബഹു ശാതൻ വലാ ബക്കറതൻ വലാ ബഈറൻ, യുദ്ധക്കളത്തിൽ നിങ്ങൾ ചിലപ്പോൾ ആടിനെ കാണും, ഒന്നും ചെയ്യരുത്. പശുവിനെ കാണും, ഒട്ടകത്തെ കാണും, ഇല്ലാ ലമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് കരുതി അങ്ങനെയുള്ള മൃഗങ്ങളെ ഒന്നും അറുക്കാൻ പാടില്ല. വസൗഫ തമുറൂന ബിഅഖ്വാമിൻ ഖദ് ഫറഗു അൻഫുസഹും ഫിസ്സവാമി, ചിലപ്പോ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ ഭജനമിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവരെ നിങ്ങൾ അവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. ഫദഊഹും വമാ ഫറഗു അൻഫുസഹും ലഹു, അതുകൊണ്ട് നിങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളിൽ അവർ വെറുതെ വിടുക എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ മേഖലകളിലും കാരുണ്യവും നീതിയും. അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട്
കരുണാനിധിയായ അള്ളാഹു കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. മുസ്ലിങ്ങളോടൊന്നല്ല. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ, നമ്മളുമായി ചുറ്റിപ്പറ്റി എന്തെല്ലാം ഉണ്ടോ, ആരെല്ലാം ഉണ്ടോ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല. അയൽവാസി ആരാകട്ടെ. ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതൊന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയാൽ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയാണ്. അദ്ദേഹം നീതിയുടെ നിറകുടമായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനും അദ്ദേഹത്തെ അനുധാവനം ചെയ്യാനും ഞാനും നമ്മളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിശാലമായ ഒരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, സമയപരിമിതിയിൽ നിന്നുകൊണ്ട് എൻ്റെ അറിവിൻ്റെയും അതുപോലെ കിട്ടിയ നോട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചതും പഠിച്ചതും. വിശദീകരണമായ പഠനത്തിന് നിങ്ങൾ അതിൻ്റെതായ മാർഗങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും തെറ്റിദ്ധരിച്ച ആളുകൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ പാകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ, എൻ്റെ ഈ സംസാരം, നിങ്ങളുടെ ഇരുത്തം അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹു അതെല്ലാം എത്രയും പെട്ടെന്ന് സാധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾ, നമ്മുടെ വീട്ടിൽ, കുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ നമ്മളറിയുന്ന, നമ്മെ അറിയുന്ന ഒരുപാട് രോഗികൾ, അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ പെട്ടെന്നുള്ള അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم اجعل آخر كلامنا من الدنيا شهادة أن لا إله إلا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته شكرا جزاكم الله خير